ഒറ്റപ്പാലം കണ്ണിയമ്പുറം ബഡ് സ്കൂൾ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റിയതിന്റെ ഉദ്ഘാടനം ഈ മാസം 22-ന് നടക്കും. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. മലബാറിലെ ഏക ഗവൺമെന്റ് ഭദ്രവിദ്യാലയമായ കണ്ണിയമ്പുറം ഭദ്രവിദ്യാലയത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 2024-25 വർഷത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ചത്. സാമൂഹിക, അക്കാദമികം, ഭൗതികം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത്. സ്കൂൾ കവാടത്തിന് ഇരുവശവും വാർലി പെയിന്റിംഗ് വരച്ച് ആകർഷണമാക്കുക, സ്കൂൾ മതിലിൽ മഹത്വചനങ്ങൾ കുറിക്കുക, ഐ ലവ് മൈ സ്കൂൾ ബോർഡ് സ്ഥാപിക്കുക, ക്ലാസ് മുറികളുടെ അകവും പുറവും പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരയ്ക്കുക, കമ്പ്യൂട്ടർ ലാബ് നവീകരിക്കുക, സ്പീച്ച് ലാബ് നിർമ്മിക്കുക, ഓഡിയോളജി റൂം നിർമ്മിക്കുക, ലൈബ്രറി നവീകരിക്കുക, സയൻസ് ലാബ്, സയൻസ് പാർക്ക് എന്നിവ നിർമ്മിക്കുക, കുട്ടികൾക്ക് കായിക പരിശീലനം നൽകുന്നതിന് ലോങ് ജംപ് പിറ്റ് നിർമ്മിക്കുക, പാർക്ക്, ഫോട്ടോ ഗാലറി എന്നിവ നിർമ്മിക്കുക, തൊഴിൽ സാധ്യതയുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മികവിന്റെ കേന്ദ്രം എന്ന പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ജൂലൈ 22-ന് കാലത്ത് 10 മണിക്ക് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിക്കുമെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക മിനികുമാരി ACV ന്യൂസിനോട് പറഞ്ഞു. സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കുന്നതിന്റെ ഭാഗമായി 2024-25 അധ്യയന വർഷത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അക്കാദമികം, ഭൗതികം, സാമൂഹ്യം എന്നീ മേഖലകളിലായി തരംതിരിച്ച് പദ്ധതി തയ്യാറാക്കി അംഗീകാരം വാങ്ങുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതിക്ക് ഊന്നൽ നൽകിയ മേഖലകൾ സ്കൂൾ കവാടത്തിന് ഇരുവശവും വാർലി പെയിന്റിംഗ് വരച്ച് ആകർഷണമാക്കുക, സ്കൂൾ മതിലിൽ മഹത് വചനങ്ങൾ കുറിക്കുക, സ്കൂൾ ഐ ലവ് മൈ സ്കൂൾ എന്ന ബോർഡ് സ്ഥാപിച്ച് മനോഹരമാക്കുക, സ്കൂൾ ക്ലാസ് മുറികളുടെ അകവും പുറവും പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരച്ച് മോടി പിടിപ്പിക്കുക, കമ്പ്യൂട്ടർ ലാബ് നവീകരിക്കുക, സ്പീച്ച് ലാബ് നിർമ്മിക്കുക, ഈ കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഒരു ഡിജിറ്റൽ ക്ലാസ് റൂം, അതായത് ഗ്രൂപ്പ് ഹിയറിംഗ് എയ്ഡ് സിസ്റ്റം ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിനാവശ്യമായ തരത്തിൽ ഒരു ക്ലാസ് മോഡൽ ക്ലാസ്സായി ക്രമീകരിക്കുക, സ്കൂൾ ലൈബ്രറി സ്ഥാപിക്കുക, സയൻസ് ലാബ്, സയൻസ് പാർക്ക് എന്നിവ നിർമ്മിക്കുക, കുട്ടികൾക്ക് കായിക പരിശീലനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിക്കുക, ലോങ് ജംപ് പിറ്റ് നിർമ്മിക്കുക, കുട്ടികളുടെ പ്രകൃതി സ്നേഹവും കൃഷിയോടുള്ള താല്പര്യവും ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി നല്ലപാടം കൃഷി സജ്ജീകരിക്കുക. മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ, കേൾവി പരിമിതരായ ഈ കുട്ടികൾ ഈ സ്കൂളിൽ നിന്നും പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒരു തൊഴിൽ കരസ്ഥമാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തയ്യൽ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊഡക്ഷൻ സെൻറ്റർ തുടങ്ങുക എന്നത് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ടാണ് നാം കണ്ടുകൊണ്ട് പദ്ധതി വിഭാവനം ചെയ്തത്.